മുകേഷ് ജഗതി ഹരിശ്രീ അശോകൻ കൂട്ടുകെട്ടിൽ പൊട്ടിച്ചിരിയൊരുക്കിയ മായാജാലം എന്ന ചിത്രത്തിലെ സൂപ്പർ ഹിറ്റ് കോമഡി. പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്നും ഇവിടെ രാവിഞ്ഞ ഗൂർക്കയായിട്ട് കഴിയേണ്ടി വരും. എന്റെ ജീവിതം നായടക്കും. ഞാൻ പറയും പറയും പറയും. ശങ്കർജി എവിടാ? എടാ പോടാ പാടാ പട്ടി തെണ്ടി എന്നൊക്കെ ഇനി എനിക്ക് വിളിക്കാം. അതിനുള്ള സ്റ്റാറ്റസ് എനിക്കുണ്ടാ. ഇവനെന്താ ഭ്രാന്ത് പിടിച്ചോ? അതെടാ ഭ്രാന്ത് പിടിച്ചു. ജീവിതം തിരിച്ചു കിട്ടിയ സന്തോഷം കൊണ്ടുള്ള ഭ്രാന്ത്. വല്ലവന്റെ MBA സർട്ടിഫിക്കറ്റ് അടിച്ചോണ്ട് വന്ന് നിനക്ക് ഇവിടെ വിലസാമെന്ന് നീ കരുതിയോ? എടാ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയതാടാ ഈ MBA. യുനോ എടാ നിനക്കൊക്കെ MBAയുടെ ഫുൾ ഫോം എന്താണെന്ന് അറിയോ? പറ അറിയോ പറ. എം മറ്റവന്റെ ബി ബുക്ക് എ അടിച്ചു മാറ്റുക. MBA മറ്റവന്റെ ബുക്ക് അടിച്ചു മാറ്റുക. അത് അല്ലടാ MBA. താൻ എന്തൊക്കെ അനാവശ്യമായി പറയുന്നത്? എനിക്ക് കേൾക്കണം. എന്റെ സർട്ടിഫിക്കറ്റുകൾ മോഷ്ടിച്ചെടുത്ത തന്റെ വാടക തന്തയുടെ തനി രൂപം ഒറിജിനൽ ഫേസ് ഞാൻ ഇപ്പൊ കണ്ടു. ഈ വീടിന്റെ പുറകുവശത്തെ കെട്ടി കിടപ്പുണ്ട്. തനിക്ക് വേണമെങ്കിൽ കോരി എടുത്ത് പുഴുങ്ങി തിന്നോ. ഡു യു നോ ഹു ഐ ആം നൗ? രമേശ് നമ്പ്യാർ MBA. മുകളിലുണ്ട്. എല്ലാം കലങ്ങുന്ന ലക്ഷണമാ. എന്നാ ഞങ്ങള് നാട്ടിലോട്ട് വലിഞ്ഞോട്ടെ. ശങ്കർജി ഈ ചാക്കിൽ കൊള്ളുവല്ല. ഇവരെന്തിനാ ഇയാൾ തൂക്കിയെടുത്തോണ്ട് പോന്നു? ആ ചാക്ക് എന്തിന്? നമസ്കാരം. ഹോട്ടല്ല അവിടെ ചെന്നാൽ ശരിയാവില്ല. ഇവിടെ എന്നാ ജയിലിലാവും. സൗണ്ട് മാത്രം അനുകരിച്ചിട്ട് ഒരു കാര്യമില്ല. എല്ലാ ഗൂർക്ക അറിഞ്ഞില്ലേ? അയ്യോ അയാൾ ഗൂർക്കല്ല, പിന്നെ അയാളുടെ സർട്ടിഫിക്കറ്റ് ഞാൻ അടിച്ചെടുത്തത്. അപ്പൊ അവനാണല്ലേ ഒറിജിനൽ രമേശ് നമ്പ്യാർ. ശങ്കർ ജാഗത്ത് ഓഫീസ് റൂമിലുണ്ട്. താൻ എവിടെയെങ്കിലും പോയി ഒന്ന് ഒളിക്ക്. അയാളുടെ മുമ്പിൽ താൻ എന്റെ തന്തയാ. ഈ പ്രായത്തിലുള്ള ഒരു തന്ത എനിക്ക് മാച്ച് ആവില്ല. താൻ എവിടെയെങ്കിലും ഇയാളേതാ? ഞാനിവിടെ പുതിയതാ. ഇയാളെ ഞാൻ എവിടെയോ കണ്ട് നല്ല പരിചയം തോന്നുന്നു. ഇത് അങ്കിൾ ഉദ്ദേശിക്കുന്ന ആളല്ല. ഇത് രാവിലെ ഞാൻ തോട്ടക്കാരനായിട്ട് അപ്പോയിന്റ് ചെയ്താ. തോട്ടക്കാരുടെ റൂം അതാ. ശരി മുതലാളി. തോട്ടക്കാരൻ എന്താ ഈ വേഷത്തിൽ? അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. യൂണിഫോം ഇടാത്തതിന് ഞാൻ നല്ല ശരിക്ക് ഫയറിംഗ് കൊടുത്തു. പോയി യൂണിഫോം ഇട്. ഞാൻ അത്യാവശ്യമായിട്ടൊന്ന് ഡൽഹി വരെ പോവാ. മുസൂറിയിലെ റിസോർട്ട് പ്രോജക്ട് ചർച്ച ചെയ്യാൻ. അതിനു മുൻപ് രമേശിന്റെ പപ്പയെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വെച്ചു. പപ്പ എന്താ എന്നെ വിളിച്ചാ? പപ്പ ഹോട്ടൽ റൂമിലില്ല. ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ഡിന്നർ പോയിരിക്കാന്ന് രാവിലെ ഫോൺ ഉണ്ടായിരുന്നു. പപ്പ വരുമ്പോ പ്രത്യേകം പറയണം. കല്യാണത്തിന്റെ കാര്യങ്ങൾക്ക് പ്രൊസീഡ് ചെയ്തോളെ. ഞാൻ ഒരാഴ്ചക്കുള്ളിൽ എത്തും. വിഗും മീശം കിട്ടുന്നവരെ ഇവിടെ തന്നെ കഴിയേണ്ടി വരും. ഇരിക്കാനൊരു സ്ഥലമില്ല. ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണല്ലേ. ഇതെന്റെ ജീവനോടെ ചാക്കിൽ കെട്ടി വെച്ചേക്കണത്. നീയോ താനോ? അയ്യോ ശങ്കർജി സാബ് ഒന്ന് നിൽക്കണേ. ശങ്കർജി സാബ് വിളിച്ചാ കേൾക്കാത്ത ഒരു സാബ്. ഇയാളെന്തും സാബ് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. റൂമിൽ സൂര്യ മാഡം. എന്താ സൂര്യ മാഡം? അല്ല ഒന്ന് ബെഡ്റൂമിലേക്ക് വരേ. എന്നെ തെറ്റിദ്ധരിച്ചു അല്ലേ? താനായിരുന്നു? അതെ, ചേട്ടൻ കുനിയെന്ന് ഞാൻ കേറാം. നിന്നെ എനിക്ക് വിശ്വാസമില്ല. ചാടിക്കോ.
കപ്പടാ ബദലിക്കിയ അലിബാബ പിടിക്കാൻ നടക്കുക. അയ്യോ കാലാലിക. അയ്യോ കംപ്ലീറ്റ് ഒരഞ്ഞ് ഏയ് നീ എങ്ങോട്ട് വരുന്നു? എന്റെ സർട്ടിഫിക്കറ്റ് താടാ തെണ്ടി. ഞാൻ നിന്നെ ഇവിടുത്തെ ഗൂർഖയാക്കാം. എടാ തട്ടിപ്പും വെട്ടിപ്പും കളഞ്ഞ് നല്ലവനായിട്ട് ജീവിക്കാൻ നോക്കും. പോ പോ പോ. ആ ശങ്കർജി. ഹായ് സറാദ, ചാകാൻ പോകുന്ന ഒരു തെണ്ടിയെ സാർ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ കണ്ടോ ഞാൻ തന്നെ. ഒരു ജനറൽ മാനേജർ ആയിട്ട് ചത്താ മതിയായിരുന്നു. അതിനു മുമ്പ് അവരെന്നെ കൊല്ലും. ഒരു സംഘം ഹിന്ദിക്കാർ ആലിബാബയെ അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അവർക്കാണ് ആലിബാബ ആരാണെന്ന് പോലും അറിയില്ല. കണ്ണി കാണുന്നവരൊക്കെ എടുത്തിട്ട് പൂശോട് പൂശ് എന്നെ ഒരിക്കൽ പൂശി. അവരിപ്പോ എവിടെ ഉണ്ട്? കിണറ്റില്. കിണറ്റിലോ? ആ വെൽ വെൽ. അവർക്ക് അലിബാബയെ ഞാൻ കാണിച്ചു കൊടുക്കാം. അലിബാബ അലിബാബ മേനോൻജി മേനോൻജി എന്താണ് കിടന്ന് അലർന്നത്? എടോ തനിക്കെന്നെ മനസ്സിലായോ? എടോന്നോ? അതെ എടോന്ന് തന്നെ. തനിക്കെന്നെ മനസ്സിലായോ? ആ മുഴു ഭ്രാന്തനായിരുന്നു ഈ കൂർക്ക. ഭ്രാന്തനല്ലാത്ത എന്നെ ഭ്രാന്താശുപത്രിയിലാക്കിയവനാണ് താൻ. ഇനി എന്റെ ഉഴവാണ്. ഞാനിവിടെ ഉഴുതു പറിക്കും. അന്നെ ഞാൻ ഇവിടുന്ന് കെട്ടുകിട്ടിക്കും. ഐ ആം രമേശ് നമ്പ്യാർ MBA. ഇവിടെ ആരുമില്ലേ? വിളിക്കണോ എല്ലാവരെയും? എല്ലാവരും വിളിക്കണോ? എനിക്ക് എന്റെ സത്യാവസ്ഥ തെളിയിക്കണം. അതിനുള്ള തെളിവുകൾ എന്റെ പക്കലുണ്ട്. വിളിക്കണോ എല്ലാവരെയും? എല്ലാവരും ഓടി വരണേ. എല്ലാവരും ഓടി വരണേ. പ്ലീസ് ഓടി വരൂ. ഐ ആം രമേശ് നമ്പ്യാർ MBA, ക്വാളിഫൈഡ്, സുന്ദരൻ, അവിവാഹിതൻ, വിത്ത് ലോട്ട് ഓഫ് എക്സ്പീരിയൻസ്. ഐ ആം രമേശ് നമ്പ്യാർ MBA. ഹലോ, മെന്റൽ ഹോസ്പിറ്റൽ അല്ലേ? ഇത് സൂര്യ ഗ്രൂപ്പിൽ നിന്ന് മാനാ. ആ പഴയ ഭ്രാന്തനോട് വന്നിട്ടുണ്ട്. വേഗം വരണം. വയലന്റ് ആയി നിൽക്കുക. ഇത് ഇവിടെ കിടന്നാ ചീഞ്ഞി നാറും. അപ്പൊ ചത്തുന്ന് ഉറപ്പാണോ? ചത്താലും ചത്തില്ലെങ്കിൽ എവിടെ കൊണ്ട് കുഴിച്ചിടണം. അയ്യോ ഞാൻ ചത്തിട്ടില്ലേ? ഇതെന്താ ഭ്രാന്താശുപത്രിയിൽ വേണ്ടി ഇവിടെ? ആ മേനോന് ഇളകിയോ? അച്ഛ ഒരു ബുദ്ധി. ഈ ലഗേജ് നമുക്ക് ആ വണ്ടി കയറ്റി വിട്ടാലോ? ഇപ്പോഴാണാടാ നീ എന്റെ മോനായത്. ആ ഭാരം അങ്ങോട്ട് ഒഴിഞ്ഞു കിട്ടി. എന്റെ നല്ല സമയം തുടങ്ങി. നെല്ലും പതിരും ഉടനെ വേർതിരിയും. ആ ഫ്രണ്ട്സ് എല്ലാം സോൾവ് ആയി. അപ്പൊ ചാക്കിനകത്താരാ? ആരാണ് ചാക്കിനകത്ത്? ഇത് സെക്യൂരിറ്റി പരമാനന്ദൻ നായർ. ഇത് സെക്യൂരിറ്റി മണിവർമ്മ. ഓക്കെ 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 അങ്ങോട്ട് മാറുന്നു അങ്ങോട്ട് മാറുന്നു. ഈ കള്ളന്മാരുടെ കയ്യിൽ തന്നെ സെക്യൂരിറ്റിയുടെ താക്കോല് കൊടുക്കണം. അതുകൊണ്ടാണ് ഇവരെ നോക്കാൻ ഒരു സെക്യൂരിറ്റി ഓഫീസറെ നിയമിച്ചത്. ഓ ഇതാ വരുന്നു. ഡിഗ്രി സർട്ടിഫിക്കറ്റുകളൊന്നും ഇല്ലാത്ത എനിക്ക് ഒരു സർട്ടിഫിക്കറ്റിന്റെ വില എന്താണെന്ന് ഇപ്പൊ മനസ്സിലായി. അതുകൊണ്ട് ഞാനും സംഘടിപ്പിച്ചു ഒരു സർട്ടിഫിക്കറ്റ്. മാരേജ് സർട്ടിഫിക്കറ്റ്. ചന്ദ്ര, മീറ്റ് മിസ്സിസ് ചന്ദ്രിക ഹരിചന്ദ്രൻ, മൈ വൈഫ്. അപ്പൊ കൺഗ്രാചുലേഷൻ ചന്ദ്രികേ. കാര്യങ്ങളൊക്കെ ജബ ജബാന്ന് നടക്കണം. അല്ല എന്റെ പപ്പ എവിടെ? ആ ഫ്രോഡ് റാം സിംഗിന്റെ പോസ്റ്റ് കൊടുത്തു. ഗൂർഖ. ആപ്കാ നാം ക്യാ ഹൈ? വേണ്ട, ഒരാപ്പിൽ നിന്ന് ഇപ്പൊ രക്ഷപ്പെട്ടതേ ഉള്ളൂ. ഇനി ആപ്പ് വേണ്ട. ഡു യുവർ ഡ്യൂട്ടി പ്രോപ്പർലി. ജി സാബ്. വെൽക്കം മിസ്റ്റർ രമേശ്. നോ, രമേശ് നമ്പ്യാർ MBA. He is our new general manager.
മതി മതി മതി, ഓക്കെ ഓക്കെ. ഹലോ. ഹലോ, കൺഗ്രാറ്റ്സ്, ഗുഡ് ലക്ക് ടു എവരിബഡി. ആ ജാലിബാബ ഒതുക്കാൻ നമ്മൾ രണ്ടുപേരും മാത്രം വിചാരിച്ചാൽ നടക്കില്ല. അതുകൊണ്ട് നമുക്ക് അച്ഛന്റെ പങ്കായക്കിന് തന്നെ പ്രയോഗിക്കാം. ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി ഉദിച്ചില്ലടാ കഴുതേ. കെട്ടടാ. ഇനി ഇവിടുന്ന രക്ഷയിൽ എന്റെ പുറമുണ്ടാവും. ഹരിചന്ദ്ര, ഇറങ്ങി വാടേ. ഓത്തിന് വേണേ ഒരു അടി കണ്ടോ? ഓ ദേക്കോ. ഇതെങ്ങനെ ഇവര് തമ്മിൽ ക്ലാഷ് ആക്കി. എങ്ങനെ? നിനക്കില്ലാത്ത ഒന്ന് എനിക്കും. എന്താണ്? ഇന്റലിജൻസ്, ബുദ്ധി. അപ്പൊ ഈ ടീം ഏത്? അതാണ് സർദാർജിതാണ്.